റിഞ്ച റിഞ്ച പഴുത്തൊക്കെ ആ കുട്ടികൾ അതും ടെൻഷനില്ലേ നീ നിർത്തട്ടാ. ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്താനം? സുഖല്ലേ? നമുക്കിവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പം ഇന്ന് നാലാം പെരുന്നാക്കത്ത് ഇപ്പം നമുക്ക് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ എന്താന്നുള്ളത്. ചക്കയാണ്, ഇറച്ചി ഉണ്ടല്ലോ നമുക്ക് കിട്ടിയ ഇറച്ചി. അപ്പോൾ ഒരു ദിവസം ചക്കയും ഇറച്ചി, ഒരു ദിവസം ചക്കയും അല്ല ചക്കയും ഇറച്ചി ഒരു ദിവസം വെക്കുക. ഇന്നിപ്പോൾ അതാണ്. പിന്നെ ഇനി ഒരു ദിവസം ഇറച്ചിയും പുളി ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ഒരു ചക്ക മുറിച്ച് നോക്കി. അപ്പോൾ അത് പഴുത്തക്കണം കേട്ടോ. നല്ല വരിക്കച്ചക്കയാണ്, വെള്ളം ഇറങ്ങിയിട്ടൊന്നുമില്ല. നല്ല ചക്ക, വെള്ളം ഇറങ്ങാതെ നല്ല പാകത്തൊരു പോപ്പും. അപ്പോൾ റിസൂന് നാലിനെ ഞാൻ അവിടെ കുത്തർന്ന് തിന്നുണ്ട്. എന്തോ ഒരു സ്പീഡിലെ പോത്തൊക്കെ ആയാൽ മതി കേട്ടോ. നല്ല പോത്താവാൻ ഇഷ്ടമല്ല. അതാണ് ഞാൻ മുറിച്ചിട്ട് മുറിയാഞ്ഞത്. പോത്തക്കണു ഇത് പോത്തതാണ്. അപ്പോൾ നമ്മളെന്നും പറയണമാതിരി നമ്മളെ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുത്ത് കണ്ടു തുടങ്ങിക്കോളിട്ട മക്കളെ. പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അഫ്സു വ്ലോഗ് ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബും ചെയ്താളിട്ടാ. അപ്പോൾ അതാ പോത്ത ചക്കയൊക്കെ ഇരിഞ്ഞ് എൻ്റെ മോനൂസിനെ ഒരു പാത്രത്തിലാക്കി വെച്ചാൽ കടിക പോത്തതേ. എന്നാലേ ഇപ്പം നമുക്ക് ഇവിടെ ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് പോത്തതാണ് കേട്ടോ. കളർ ഇങ്ങനെയാണെങ്കിലും കൂടിയിട്ട് നല്ല വരിക്കച്ചക്ക, നല്ല ഇളയ മധുരം, നല്ലൊരു മധുരം. നമുക്ക് ഷുഗറുള്ളവർക്കൊക്കെ തിന്നാനും പറ്റും. അപ്പം നമ്മൾ അത് മുറിച്ച് വെച്ചത് ഇന്നലെ മുറിച്ച് വെച്ചതേനു. ആ സാറില്ല മുറിച്ച് വെച്ചതേനു. പോത്തക്കണോ ഇല്ല അറിയാൻ മതി. അപ്പോൾ അത് പോത്തിട്ടില്ല, മുറിച്ചത് പോത്തിട്ടില്ല. നല്ല വരിക്കച്ചക്ക ആയിട്ട് മുറിച്ചാത്താണ് ഇപ്പോൾ പോത്തക്കണ കേട്ടോ. അപ്പം ആ മുറിച്ച് വെച്ച് ഇപ്പം ഞാൻ ഇരിഞ്ഞക്കട്ടെ, ഇരിഞ്ഞുകാണ്ട് അരിഞ്ഞ് കൂട്ടാൻ ഉണ്ടാക്കട്ടെ കേട്ടാ. ആരൊക്കെ ഉണ്ടാക്കൽ? നമ്മളെ ഖദീജ ഉണ്ടാക്കലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെന്താ ഇന്നലെ പറഞ്ഞപ്പോൾ എനിക്കൊരു ബോധ്യമായതാട്ടോ. ഇന്നലെ ലൈവിൽ പറഞ്ഞിനു ചക്കയും ഇറച്ചിയും നല്ല രസമാണ്. അപ്പോൾ ഇറച്ചി ഇപ്പോൾ നമ്മൾ കൊണ്ടുകൊണ്ടിരുന്നു വേണ്ടല്ലോ, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിട്ടുകാണ്ട് ഒരു ഇതുണ്ടാക്കുക. ഇജിപ്പ അങ്ങോട്ട് ഭൂഗോല്ല പഠിച്ചോനെ. തിരക്കില് പണിയെടുക്കാണ്. നേരം 10 മണിയായി. നമുക്ക് 10:30 ആകുമ്പോൾ പോകാം. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിങ്ങോട്ട് എത്തുമ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേ. ഒക്കെ വിശന്ന് വിലഞ്ഞായിരിക്കും വരിക. അപ്പം അതിന് വേണ്ടി പെട്ടെന്നൊക്കെ ഉണ്ടാക്കി വെച്ച് പോകാൻ വേണ്ടിയിട്ടേ പയറുണ്ടാക്കണം. പയർ ഇതാ കണ്ടില്ലേ, നല്ലോ വാടി നല്ല തൊലിച്ചാൻ പറ്റുന്ന പയറാണ്. നല്ല രസമാണല്ലേ തൊലിപ്പയർ. അപ്പോൾ അതും ഉണ്ടാക്കി വെക്കുക. നമ്മളെ പിന്നെന്താ ചക്കയും ഇറച്ചിയും കൂടി അത് മതിയല്ലോ അല്ലേ. ധാരാളം ഇന്നത്തേക്കുള്ള ഫുഡ് സൂപ്പറായിട്ടോ. നമ്മൾ പുറത്തുനിന്ന് ചക്കയൊക്കെ നല്ലോണം പിന്നെ ഇരിഞ്ഞ് പാത്രത്തിലാക്കി കാണാൻ നല്ല സ്ഥലത്തേക്കാണ് പോകുന്നൊക്കെയാണ് കേട്ടോ. അവിടുന്ന് അതിൻ്റെ കുരും മടലെല്ലാം കൂടിയാണ്ടേ പുറത്തുകൊണ്ടിട്ട് കാണാണ്ട് അടിച്ചേരി അവിടെയാണ് വൃത്തിയാക്കി കാണ്ടേ. ഇവിടെ ഇങ്ങനെ കാറ്റുകൊണ്ട് ഉത്തർന്ന് കാണ്ട് അരിഞ്ഞുണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇറച്ചി നമ്മൾ ഉണ്ടാക്കി വെച്ച ഇറച്ചി ഉണ്ടേനു. ഇന്നിപ്പോൾ മുറിച്ച് വെച്ചത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അത് മുറിച്ചവിടെ വെച്ചിട്ട് തന്നെ ഉള്ളൂ, ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇന്നാളത്തെ ഇറച്ചി കുറച്ച് വെച്ചതുണ്ട്. അപ്പോൾ അത് ഇതീ കൂടി ഇട്ടുകാണ്ടാണ് വെക്കാനുള്ള തീരുമാനത്തിലാണിപ്പോൾ. അപ്പോൾ ഈ ചക്ക ആദ്യമാണ് ഇറച്ചിയുടെ വേവിച്ച് വെച്ചതുണ്ടല്ലോ. എന്നിട്ട് ഇതീ ഇട്ടുകാണ്ട് നല്ലോണം ഇളക്കിയാണ് എടുത്താൽ ചക്കയും ഇറച്ചിയും വേറെ രസം കേട്ടോ. അതൊന്നും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എന്തോ ഒരു ടേസ്റ്റാണത്. ഇറച്ചിയും പൂളി അവിടെ മാറി നിൽക്കും കേട്ടോ ചക്കയും ഇറച്ചി ഉണ്ടാക്കിയാൽ. ഞാൻ അങ്ങനെ ഉണ്ടാക്കലും ചെയ്യുന്നു. അതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല മലപ്പുറത്തുള്ളൊരു ഫ്രണ്ട് ഉണ്ട് പറഞ്ഞില്ല. ഓളെപ്പോഴും പറയും നിങ്ങൾക്ക് ചക്കയും ഇറച്ചിയും വെച്ചുകൂടാ. ചെറിയൊരു മധുരം ഉണ്ട്, മുറിച്ച് വെച്ചതല്ലേനാ.
അപ്പൊ നമ്മളെ ചക്കയൊക്കെ തീമൊക്കെയാണ്. പുറത്ത് അടുപ്പുമല്ലൊന്നല്ല, പുറത്ത് വെക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞ സ്കൂൾ പോവാണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ കുക്കറിൽ വെച്ച് കാരണം എളുപ്പം വേവിച്ചെടുക്കണം കേട്ടോ. പുറത്താകുമ്പോൾ തെറ്റിപ്പിച്ച് കുറച്ച് നേരം ആണ്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നമ്മളെ നടക്കാണ്ടാവില്ല, അപ്പൊ നമുക്ക് സമയം വൈകും. അപ്പൊ ഈ കുക്കറിൽ വേണം വെക്കുകയാണ് ഞാൻ. ആ ഇറച്ചി മുറിച്ചതൊന്നും ഞാൻ അപ്പം വെക്കാതിരിക്കുന്ന നേരമില്ല. അപ്പം ഇന്നാളും ഉണ്ടാക്കിച്ച ലേസം ഉണ്ടായി കേട്ടോ. അപ്പം അത് ആണിപ്പോൾ തീ ഇട്ട് കൊടുക്കുന്നത് ഞാൻ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ. മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടു. ഞാൻ എല്ലാവരും ഇത് വെന്തിയില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് കാണുന്ന വെന്തിന് ശേഷമാണ് ഇറച്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇറച്ചി വേറെ വേവിച്ച, പിന്നെ എന്താണ് ചക്ക വേറെ വേവിച്ചതാണ്. പക്ഷെ എനിക്ക് വേവിച്ച ഇറച്ചി ഇവിടെ കുറച്ചുള്ളതുകൊണ്ട് ആ വേവിച്ച ഇറച്ചി കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഒന്നും കൂടി കിടന്ന് കാണാൻ നല്ലോണം വെന്ത് അലിഞ്ഞോളല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. നമ്മളെ ഇറച്ചി നാളുണ്ടാക്കി വെച്ച ഇറച്ചി കുറച്ച് ബാക്കിയുണ്ട്. അപ്പം അത് ഇതിൽ കണ്ടിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മളെ ഇറച്ചിയും പൂളി അല്ലാത്ത ചക്കയും ഇറച്ചിയും ഇറച്ചിയും പൂളി ഇറച്ചിയും പൂളി എന്ന് പറയാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഒരു കോമ്പിനേഷൻ എന്നൊക്കെ പറയില്ല, അതേമാതിരി അത് പറയാൻ നല്ല സുഖമാണ്. മറ്റേ ചക്കയും ഇറച്ചിയും എന്ന് അറിയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഇറച്ചിയും ചക്കയും അങ്ങനെയൊക്കെ പറയാം. കൈകീതാട്ടോ കരിവേപ്പിൻ്റെ ഇല. നമുക്ക് അതൊന്ന് വറവിടുക. ഞാൻ കൂടുതൽ മസാല ചക്കയിലിടാൻ എന്താ വെച്ചാൽ ഇറച്ചിയിലല്ലേ മസാല ഉണ്ട്. തക്കാളി ഇട്ടേക്കണ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള, പിന്നെ മല്ലിപ്പൊടി, എല്ലാ സാധനവും ഇറച്ചിയിലിട്ട് വേവിച്ച ഇറച്ചിയാണ്. അപ്പോൾ അതേക്കാണ് കൂട്ടി കൊടുത്താൽ മസാല ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചക്കയിൽ പിന്നെ മസാലകളും മസാല മല്ലിപ്പൊടി ഒന്നും ഇടാഞ്ഞത്. അതുകൊണ്ടാണ് തക്കാളി ഇതൊന്നും ഒക്കെ ഇറച്ചിയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇറച്ചി ഉണ്ടാക്കണ വീഡിയോ ഇന്നലെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തല്ലോ അതും കൂടി ഒന്ന് കണ്ടു നോക്കണം. കണ്ടപ്പോ തന്നെ തോന്നിയാ ഇങ്ങനെ കഴിച്ചേക്കണ ഈ ചക്കി പൊളിയും കഴിച്ചിട്ടില്ലല്ലോ. റജീന എപ്പോഴും എന്നോട് പറയലുണ്ടടി. അപ്പം ഇന്നലെ നമ്മളെ ഖദീജ ലത്തീഫ് പറഞ്ഞ ആളും ഇന്നലെ പറഞ്ഞു ഒന്ന് വെച്ച് നോക്കിയേനെ. അപ്പം തോന്നി എനിക്ക് വെക്കണം. കാരണം ഇറച്ചി ഇവിടെ ഉണ്ടേനും ചക്കിയും ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ വെക്കാത്ത പ്രയാസം. സാധനം നമ്മളെ വീട്ടിലുണ്ടായപ്പോൾ എത്താ ചക്കനെക്കാട്ടി ഇറച്ചി തന്നെയാണ് കേട്ടോ. നെഡി പൊളിയാണ്. എന്നിട്ടാക്കാണി പൂളൻ്റെ മാതിരി തന്നെ ഉണ്ടല്ലോ, എല്ലാം വെന്ത് ഉടഞ്ഞ ചക്കയും സൂപ്പറാണ് കേട്ടോ. കണ്ടിട്ട് എങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അതുണ്ട് അലിഞ്ഞു പോകലേ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. കുറേ എല്ലാവരും പറഞ്ഞു രസം ഇങ്ങനെയാണേ. ഇറച്ചിയും പുളിയൊക്കെ എപ്പോഴും കഴിക്കണല്ലേ. ചക്കയും ഇറച്ചി അങ്ങനെ വല്ലാതെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ മോളൂസ് തന്നെ പറയണേ ഇതിലൊന്നും ഒഴിവാക്കാനില്ല. എന്താ ലീസ ഇങ്ങോട്ട് പോണത് എന്ന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. അതൊക്കെ നമ്മളെ കിട്ടണല്ലേ. ഇറച്ചിയൊക്കെ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കുക. പുതുതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ എഫ്സ് വ്ളോഗ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെന്താ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.